ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇത് കണ്ടോ, എത്ര ഡിസിപ്ലിനായിട്ടാണ് നോക്കിയ ആൾക്കാർ തീറ്റ തിന്നുന്നത്. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതാണ് എൻ്റെ ജോലി സ്ഥലം. ഒരു മിനിറ്റ് കാണിച്ചു തരാം. പൂവനാശാന്മാരെല്ലാം നിരന്ന് നിന്ന് തീറ്റ തിന്നുന്നു. ആർക്കും ഒരു പരാതിയോ പരിഭവമോ ഇല്ല. എല്ലാവരും ഒരുപോലെ നിന്ന് തീറ്റ തിന്നുന്നു. ഉണ്ടോ, എന്ത് രസമുള്ള കാഴ്ചകളാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. പിന്നെ ഇതെല്ലാം നമ്മുടെ സാറാമ്മമാരും അച്ചാമ്മമാരും പാത്തുമ്മയും വീപാത്തുമ്മയും ഓമനയും സരളയും ഒക്കെയാണ്. ഇവർക്കൊന്നും യാതൊരുവിധ പരിഭവവും ഇല്ല. രാവിലെ തീറ്റ വരുമ്പം തീറ്റ തിന്നുന്നു, അത് കഴിഞ്ഞ് ഓടിക്കളിച്ച് നടക്കുന്നു. ഇവരുടെയൊക്കെ ജീവിതം എന്ത് ഭംഗിയല്ലേ, എന്ത് സുഖമല്ലേ. ഭക്ഷണം തിന്നുക, മുട്ടയിടുക, വേറെ ഒരു പണിയില്ല. അവരുടെ ആ ഡിസിപ്ലിനാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. എന്ത് ഭംഗിയായിട്ടാണ് നോക്കി എല്ലാവരും തിന്നുന്നു. അങ്ങ് വരെ ഉണ്ട്. ഇത് ഏകദേശം 10,000 കോഴിയുണ്ട് കേട്ടോ. 10,000 പെടക്കോഴികളും 1000 പുരുഷ കേസരികളുമുണ്ട്. അപ്പോൾ ഇവരെ ഞങ്ങളിങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ്. ഇങ്ങനെ വേണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുട്ട ഫാമൊക്കെ തുടങ്ങുമ്പം ഇങ്ങനെ വേണം തുടങ്ങാൻ. ഇത് ഇസ്രായേലിലാണ്. ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്വാതന്ത്ര്യമാണ്. ഒരു കോഴിയെ ആരും എവിടെയും തടസ്സപ്പെടുത്തുന്നോ അവരെ പിടിച്ചിടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ അഴിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ഞാൻ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ കോഴി ഫാമുകളുടെയൊക്കെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം വന്നിട്ടുണ്ട്. കാരണം ചെറിയൊരു 2 അടി 3 അടിയുള്ളൊരു കൂടിനകത്ത് 3-4 കോഴികളെ ഇട്ട് മുട്ടയ്ക്ക് വേണ്ടി മാത്രം അതുങ്ങളെ വളർത്തുന്നു. അതുങ്ങൾക്കൊന്നും ഇരിക്കാനോ കിടക്കാനോ സൗകര്യം കൊടുക്കാതെ വളർത്തുന്ന ഒരുപാട് കോഴി ഫാമുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ്. കാരണം ഇതുങ്ങളിങ്ങനെ പറന്നുല്ലസിച്ച് നടന്ന് ഫ്രീ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സന്തോഷമുള്ളൂ. കണ്ടോ, ആ നിൽക്കുന്ന ഒരു സ്റ്റൈൽ നോക്കിക്കേ. എല്ലാം നിരന്ന് നോക്കുമ്പോൾ എന്ത് കാണുമ്പോൾ നമുക്ക് സ്കൂളിൽ പിള്ളേരൊക്കെ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ എല്ലാം കണ്ടോ. എല്ലാവരും നോക്കുന്നു, അവർ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അടച്ചിട്ട് കോഴിനെ വളർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളതൊരു ബിസിനസ് മോഡിലേക്ക് മാത്രം ചിന്തിക്കും. നമ്മളെല്ലാം അങ്ങനെ പൈസയും കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരാണോ ഉള്ളത് അവരോട് കുറച്ചും കൂടെ ഒരു സ്നേഹമൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്, അല്ലേ? അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അത് അവർ വെള്ളം കുടിക്കുന്നു. പിന്നെ ഈ കാണുന്ന ഈ കൂടിനകത്ത് കയറി അവരെല്ലാം മുട്ടയിട്ടോളും കേട്ടോ. ഇതെല്ലാം മുട്ടയിടാൻ വെച്ചേക്കുന്ന കൂടുകളാണ് ഈ കാണുന്നത്, നടുക്കൂടെ കാണുന്ന കൂടുകളെല്ലാം. പിന്നെ തീറ്റ തിന്നു കഴിയുമ്പോൾ നമ്മൾ ഈ തീറ്റപാത്രങ്ങളെല്ലാം ഉയർത്തി വെക്കും. മുകളിലേക്ക് ഒരു 5 അടി 6 അടി ഹൈറ്റിൽ നമ്മൾ പൊക്കി വെക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കളിക്കാനും എന്താ പറയണ്ടേ, കുടുംബശ്രീക്ക് പോകാനും ജനശ്രീക്ക് പോകാനൊക്കെ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു രീതിയിലും നമ്മൾ കോഴികളെ ശല്യപ്പെടുത്താൻ പാടില്ല. നമ്മുടെ മുതലാളിമാരും അതാണ് പറയുന്നത്. നമ്മളൊരിക്കലും കോഴികളെ ശല്യപ്പെടുത്തില്ല. നമ്മളിപ്പോൾ നടക്കുമ്പോൾ തന്നെ ആണെങ്കിലും ഒരു കോഴിയെയും ഇവിടെ തീറ്റ തിന്നുന്ന ഒരു കോഴി പോലും അറിയാൻ പാടില്ല നമ്മളിതിലെ നടക്കുന്നുണ്ടെന്ന്. ഇത് നമ്മുടെ പുരുഷ കേസരികളാണ്. ഇവന്മാർ രാവിലെ വരുമ്പോൾ നമുക്കിട്ട് ചിലപ്പോൾ 2 കൊത്തൊക്കെ കിട്ടും. പക്ഷേ കുഴപ്പമില്ല, അവർ നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ഉണ്ടോ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് ഫുഡാണ് കൊടുക്കുന്നത്. കാരണം പുരുഷന്മാർക്ക് പണി കൂടുതലുണ്ടല്ലോ. അപ്പം പുരുഷന്മാർക്ക് സ്പെഷ്യൽ തീറ്റ കൊടുക്കും. തരുണീമണികൾക്ക് അത്ര വലിയ സ്പെഷ്യലൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കൂട്ട് പെല്ലറ്റാണ് കൊടുക്കുന്നത്, ചെറിയ പെല്ലറ്റ്. പിന്നെ ഇത് ഫുൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമാണ്. ഇവിടെ ഉണ്ടല്ലേ, നമ്മളിപ്പം മണ്ടയിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു എയർപോർട്ട് പോലെയാണ്. നമ്മളിങ്ങനെ ദൂരേക്ക് നോക്കുവാണെങ്കിൽ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന് റാമ്പ് ഉണ്ടല്ലോ, ഒരുപാട് ലൈനുകളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് ലൈറ്റൊക്കെ ആയിട്ട് അത് നല്ല രസമാണ് കാണാൻ. പിന്നെ ക്യാമറ ഉണ്ട്, ഫുൾ ഓട്ടോമേറ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതിനകത്ത് പൊടിയുണ്ട്, തീർച്ചയായും പൊടിയുണ്ട്. പക്ഷേ ആ പൊടീനെ പുറത്ത് കളയാൻ വേണ്ടി ആ മൂലയ്ക്ക് നിങ്ങൾക്ക് കാണാം
10ഓളം ഫാനുകളുണ്ട്. ഫാനുകൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് ഫുൾ എപ്പോഴും ഫ്രീ എയർ ഫ്ലോ ആയിരിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എന്നാൽ ഇപ്പം പുറത്ത് ഇവിടെ ഇസ്രായേലിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് സമ്മറിൽ 44 ഡിഗ്രി 45 ഡിഗ്രി ചൂടൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ കൂടിനകത്ത് എപ്പോഴും മാക്സിമം ഒരു 29 ഡിഗ്രി 28 ഡിഗ്രി 29 ഡിഗ്രിയിലേക്ക് നമ്മൾ അത് കൺട്രോൾ ചെയ്തിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴികൾ അസ്വസ്ഥരാണ്. കോഴികൾക്ക് അവരുടെ മുട്ട ഉൽപ്പാദനം കുറയും, അവർ ചാകുന്ന ആ റേറ്റ് കൂടും. അത് മാത്രമല്ല, നമുക്ക് കൂട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാതെ ഇതിനകത്ത് ഈ കോഴിക്കാഷ്ടത്തിലെ ഗ്യാസുകളൊക്കെ വന്ന് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വേണം കോഴി ഫാം തുടങ്ങാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന് കൊത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെ. ഇപ്പോൾ 2-3 പ്രാവശ്യം എന്നെ കൊത്തി. സാരല്ല, ചെറുക്കം പോട്ടെ, അടുത്തയാൾ വരുന്നുണ്ട്. അവർ രാവിലെ വന്ന് നമ്മളോട് കുശലം ചോദിക്കുന്നത് കണ്ടോ, കുശലം ചോദിക്കുന്നു. അത് ഒന്ന് ചിരിച്ച് കളിച്ച് വിട്ടാൽ മതി. എല്ലാ കേസും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് നമുക്ക് പറ്റുന്ന വിഷയം. എല്ലാ കാര്യങ്ങളും സീരിയസ് അല്ല. അപ്പം പിന്നെ തീറ്റയാണെങ്കിലും ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം, ഒരു ചെയിനുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു ചെയിൻ കാണാം. ഈ ചെയിൻ റൺ ചെയ്യുമ്പം ഈ തീറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്കിൽ നിന്ന് ലോഡായിട്ട് പുറത്തേക്ക് വരലാണ് പതിവ്. വെള്ളമാണേലും ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു പണിയെന്ന് പറയുന്നത് രാവിലെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ ആണോ നോക്കുക, മെഷീൻസ് എല്ലാം വർക്കിംഗ് അല്ലേ നോക്കുക. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇത് ഏകദേശം 100 മീറ്റർ നീളമുണ്ട്. ഈ ഒരു കൂടിന് 100 മീറ്ററിലധികം നീളമുണ്ട്, 120 മീറ്ററോളം നീളമുണ്ട്. അതിനകത്ത് പ്രധാന ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ 120 മീറ്ററിനകത്ത് ഏകദേശം 10,000 പിടക്കോഴികളുണ്ട്. 10,000 തികച്ചില്ല, 9,000 സംതിങ് പിടക്കോഴികളുണ്ട്. ഈ പിടക്കോഴികളിൽ ഡെയിലി ഒരു ദിവസം ശരാശരി 200 മുട്ടകൾ മാത്രമാണ് ഈ തറയിലിടുന്നത്. ആ 200 മുട്ടകൾ മാത്രമാണ് നമുക്ക് തറയിൽ നിന്ന് കിട്ടുന്നത്. കാരണം മിക്ക കോഴികൾ ഈ കൂടുകൾക്ക് അകത്ത് കയറി മുട്ടയിടലാണ്. മിക്കതല്ല, ഈ 200 എണ്ണം കഴിച്ച് ബാക്കിയുള്ള എല്ലാ കോഴികളും ഈ കൂടിനകത്ത് കയറിയാണ് മുട്ടയിടുന്നത്. അത് അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ കോഴികളെ ഇറക്കുമ്പോൾ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യേണ്ട ഒരു കേസുണ്ട്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാമത്തെ കേസ് ഈ നടുക്കത്തെ വെള്ളത്തിൻ്റെ ലൈനുണ്ട്, അത് നമ്മൾ എപ്പോഴും പൊക്കി വെക്കണം. ഈ മുട്ട ഇടാൻ പ്രായമാകുമ്പോഴേക്കും നമ്മൾ ഈ നടുക്ക് വെള്ളം കൊടുക്കരുത്, ഈ സൈഡിലേക്ക് മാത്രം വെള്ളം കൊടുക്കുക. അന്നേരം വെച്ചാൽ ഇവർ ഇവിടുന്ന് തറയിൽ നിന്ന് കയറി വെള്ളം ഇവിടെ വന്ന് എടുക്കും, വെള്ളം കുടിച്ച് ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്ത് മുട്ട ഇടാറാകുമ്പോൾ കൂടിനകത്ത് കയറി മുട്ടയിടും. ആദ്യമൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും, പിന്നെ അത് കുറഞ്ഞ് തീരെ ഗ്രൗണ്ടിലേക്ക് മുട്ട വരാത്ത രീതിയിലാവും. പിന്നെ ഞാൻ ഈ മുഖം മൂടി വെച്ചേക്കുന്നത് ഇത് പൊടിയുണ്ട്, അതുകൊണ്ടാണ്. രാവിലെ ചെല്ലുമ്പോഴത്തേന് ചെറിയ ഈ തീറ്റയുടെ സമയമാകുമ്പോഴത്തേന് ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഇച്ചിരി പൊടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും മുഖം മറച്ച് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിന് മാത്രം പൊടിയൊന്നുമില്ല. കണ്ടോ, തീറ്റയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഭാവി കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്നു. എന്ത് സുഖജീവിതം അല്ലേ. അപ്പം അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. 10,000 കോഴി ഡെയിലി ഞങ്ങൾക്ക് ഏകദേശം 8,000-ലധികം, 10,000 കോഴി ഇല്ല, 9,000 സംതിങ്, ഏകദേശം 8,000 മുട്ടയോളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം 85 to 90% മുട്ട ഞങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട്. അപ്പം അവർ ഇങ്ങനെ തമാശ കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കും ഇതേ പറയാനുള്ളൂ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നും പറഞ്ഞ് നമ്മൾ ആസ്വദിക്കേണ്ട കാര്യങ്ങളൊന്നും ആസ്വദിക്കാതിരിക്കാനും പാടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടങ്ങ് പോട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.